നമ്മൾ പറിച്ചു തീർന്ന കപ്പക്കാലം ഉണ്ടല്ലോ, ഈ ഇടയ്ക്ക് നമ്മൾ പറിച്ചു തീർന്നത്, അവിടെ വീണ്ടും നമ്മൾ കപ്പ കൃഷി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉണ്ടായിരുന്ന കപ്പത്തണ്ട്, നമ്മൾ കപ്പ പറിച്ചതിന് ബാക്കി വന്ന കപ്പത്തണ്ടും ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കുറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു, ആ കല്ലെല്ലാം കൂടെ മാറ്റി ഒരു സൈഡിലായിട്ട്, പറമ്പിൻ്റെ ഒരു സൈഡിലായിട്ട് ഒതുക്കി വെച്ച്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ ട്രാക്ടർ വിളിച്ചിട്ട് ട്രാക്ടറും കൊണ്ട് നന്നായിട്ട് ഇവിടെ ഇളക്കി മറിച്ചെടുത്ത് ഈ കട്ടയൊക്കെ പൊട്ടിച്ച് ഇളകാതെ കിടന്ന സ്ഥലം, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത്. പിന്നെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ കപ്പയ്ക്ക് വേണ്ട കൂമ്പലെടുത്തു. ഇത്തവണ നമ്മൾ ഇച്ചിരി കൂടെ അകത്തി എടുത്തേക്കണം, കൂമ്പലെടുത്തേക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട കപ്പയല്ല ഇത്തവണ ഇനി ഇവിടെ നടാൻ പോണേ. ഇത്തവണ നമ്മൾ നടുന്നത് കറുത്തമിച്ചറാണ്, അപ്പോൾ അതിനിച്ചിരി അകലം വേണം. അതെ, കപ്പ നടാൻ വേണ്ടി തന്നെയാണെന്നറിയാമോ, ആദ്യം ഇവിടെ ഇതൊന്ന് സെറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് മണ്ണിങ് മാറ്റുക, എന്നിട്ട് താഴെ ഭാഗം അങ്ങ് കുത്തിവെക്കുക, എന്നിട്ട് മണ്ണിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച്. ഇത്രയേ ഉള്ളൂ കപ്പ നടാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ കപ്പ മുഴുവൻ നട്ട് കഴിഞ്ഞു. ഏകദേശം 1100 മേലെ കപ്പയുണ്ട്. കേട്ടോ, കപ്പ നട്ട് വെയിൽ കാരണം വെയിലത്ത് നിന്ന് കപ്പ പൊള്ളി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കപ്പൊക്കെ വെച്ചിട്ടുണ്ട്.